പാമ്പുകളുടെ വംശം, അവയുടെ ഉത്ഭവം ഋഷി കശ്യപന്റെ ഭാര്യയായ കദ്രുവിൽ നിന്നാണ്. മുനിയുടെ കൃപയാൽ കദ്രു തൻ്റെ പുത്രന്മാരായി 1000 പാമ്പുകളെ പ്രസവിച്ചു. കദ്രുവിന് വിനീത എന്ന പേരിൽ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കശ്യപനെ വിവാഹം കഴിച്ചു. ഒരു ദിവസം ആകാശത്ത് പറക്കുന്ന സ്വർഗത്തിലെ ഒരു ദിവ്യ കുതിരയെ അവർ കണ്ടു. കുതിരയുടെ വാലിൻ്റെ നിറം എന്താണ് എന്ന ചോദ്യത്തിൽ അവർ വാതുവെച്ചു. കദ്രു വാദിച്ചു, വാലിന് കറുപ്പ് നിറമാണ്. അതേസമയം വിനീത അവകാശപ്പെട്ടു, അത് പൂർണ്ണമായും വെളുത്തതാണ്. ഒരു വലിയ പ്രതിഫലം ഈ വാതുവെപ്പിൽ അവർ നിശ്ചയിച്ചു. തോറ്റയാൾ മറ്റേയാളുടെ അടിമയാകണം. അടുത്ത ദിവസം വാലിൻ്റെ നിറം അറിയാൻ തീരുമാനിച്ച സഹോദരിമാർ വീട്ടിലേക്ക് മടങ്ങി. കദ്രു ഒരു തന്ത്രം ആലോചിച്ചു. അവൾ തൻ്റെ പാമ്പുപുത്രന്മാരോട് കുതിരയുടെ വാലിൽ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു, അതിനെ കറുപ്പായി തോന്നിക്കാം. പക്ഷേ പാമ്പുകൾ ഇതിന് സമ്മതിച്ചില്ല. കുപിതയായ കദ്രു അവരെ ശപിച്ചു, നിങ്ങൾ ജനമേജായ രാജാവിൻ്റെ യജ്ഞത്തിൽ അഗ്നിയിൽ ദഹിക്കപ്പെടും. ഭയന്നുപോയ പാമ്പുകൾ അമ്മയുടെ ആജ്ഞ പാലിക്കുവാൻ ഒരുങ്ങി. അങ്ങനെ അടുത്ത ദിവസം വിനീതയും കദ്രുവും കുതിരയെ സമീപിക്കുമ്പോൾ പാമ്പുകൾ കാരണം കുതിരയ്ക്ക് കറുത്ത വാലുണ്ടെന്ന് തോന്നി. തോറ്റ വിനീത കദ്രുവിൻ്റെ അടിമയായി മാറി. കദ്രുവിൻ്റെ സേവകയായ വിനീതയ്ക്ക് കുറച്ചു കഴിഞ്ഞൊരു ശക്തനായ പുത്രൻ ജനിച്ചു, പക്ഷികളുടെ രാജാവായ ഗരുഡൻ. എന്നാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരു സംശയം ഉയർന്നു. എന്തിനാണ് ഞാൻ പാമ്പുകളുടെ അടിമയെപ്പോലെ പ്രവർത്തിക്കേണ്ടത്? അതിനുള്ള മറുപടി അമ്മ പറഞ്ഞു, വാതുവെപ്പിൽ ഞാൻ തോറ്റു, അതിനാൽ ഞാനൊരു അടിമയാകേണ്ടി വന്നു. അവൻ വേഗം തന്നെ ഒരു തീരുമാനമെടുത്തു, അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. പാമ്പുകൾ അമ്മയെ മോചിപ്പിക്കാൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. അമൃത് ലഭിക്കുകയാണെങ്കിൽ മാത്രം നീ ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടും. അവൻ ദിവ്യലോകത്തിലേക്ക് യാത്ര തിരിച്ചു. ആനകളെയും ആമകളെയും ഉപജീവനമാക്കി. പിതാവായ കശ്യപനെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. പിന്നീട് സ്വർഗത്തിലേക്ക് പോകാനുറച്ച ഗരുഡൻ വൻകരുത്തോടെ തൻ്റെ പാതയിലെ എല്ലാ ദേവഗണങ്ങളെയും പരാജയപ്പെടുത്തി. ഏതു നുഴഞ്ഞുകയറ്റക്കാരനെയും കഷ്ണങ്ങളാക്കാൻ കഴിവുള്ള ചക്രം അമൃതിനെ സംരക്ഷിച്ചു പോന്നിരുന്നു. ഗരുഡൻ ഒരു ചെറിയ രൂപം ധരിച്ചു ഉപകരണത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് അദ്ദേഹം 2 അഗ്നിസർപ്പങ്ങളെ കണ്ടു. അവയെ കഷ്ണങ്ങളാക്കി അമൃതകലം കൈക്കലാക്കി. അവൻ അമൃത കൈവശമാക്കിയപ്പോൾ തന്നെ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി. ഗരുഡന്റെ ധീരത കണ്ട് വിഷ്ണു അവനോടൊരു വരം ചോദിക്കാൻ പറഞ്ഞു. ഗരുഡൻ അമർത്യത ആവശ്യപ്പെട്ടു. അതിനുശേഷം മഹാവിഷ്ണുവിന്റെ വാഹനമാകാൻ അവൻ സമ്മതിച്ചു. ഇതിനു പിന്നാലെ ഇന്ദ്രൻ അമൃത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. വജ്രായുധം കൊണ്ട് ആക്രമിച്ചപ്പോൾ പോലും ഗരുഡൻ ഒന്നും സംഭവിച്ചില്ല. അത്രയും ശക്തനായിരുന്നു അവൻ. പക്ഷിയുടെ മഹത്വം മനസ്സിലാക്കിയ ഇന്ദ്രൻ ഗരുഡന്റെ സൗഹൃദം തേടുകയും അമൃത് ആരുമായും പങ്കിടരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഗരുഡൻ മറുപടി പറഞ്ഞു, രാജാവേ, ഞാനിതൊരു കാരണത്താൽ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാനിത് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം വന്നിത് കൊണ്ടുപോകാം. ഇന്ദ്രൻ സമ്മതിച്ചു. ഗരുഡൻ ഒരു വരം വാഗ്ദാനം ചെയ്തു. തൻ്റെ അമ്മയെ അടിമത്തത്തിലേക്ക് നയിച്ച പാമ്പുകളുടെ ചതിയെ ഓർത്ത് ഗരുഡൻ പറഞ്ഞു, സർപ്പങ്ങൾ എൻ്റെ ഭക്ഷണമാകട്ടെ. ഇന്ദ്രൻ സമ്മതിച്ചു. അവൻ തിരിച്ചെത്തി പാമ്പുകളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുളിച്ചു വന്നതിന് ശേഷം അമൃത് കഴിക്കൂ. പാമ്പുകൾ കുളിക്കാൻ പോയപ്പോൾ ഇന്ദ്രൻ വേഗത്തിൽ അമൃത് തിരികെ പിടിച്ചു. കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അമൃതപാത്രം കാണാതെ. ദർഭപ്പുല്ലിൽ അമൃതത്തുള്ളികൾ വീണിട്ടുണ്ടാകുമെന്ന് കരുതി അവർ പുല്ല് നക്കാൻ തുടങ്ങി. അതിനാൽ അവയുടെ നാവുകൾ 2ആയി ചിതറി. അന്നു മുതൽ പാമ്പുകൾക്ക് 2 നാവുണ്ടായി. തൻ്റെ അമ്മയെ മോചിപ്പിച്ച ഗരുഡൻ പിന്നീട് പാമ്പുകളെ തൻ്റെ ഭക്ഷണമാക്കി. ഇങ്ങനെ ഗരുഡൻ എന്ന മഹാപക്ഷി ദൈവങ്ങളുടെ വിശ്വസ്തനായി മാറി, ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായി മാറി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.